പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിന്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിംഗ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 50ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് ചെങ്ങന്നൂരിൽ നിന്നുള്ള നിഷ എന്ന ഒരു മകളുടെ സാക്ഷ്യമാണ്. എൻ്റെ പേര് നിഷ, ഞാൻ ചെങ്ങന്നൂന്ന് വരുന്നു. ഇതെൻ്റെ കുടുംബം, എൻ്റെ ഹസ്ബൻഡ് ബിബിൻ, ഞങ്ങളുടെ മക്കൾ ജോവാഷ് ആൻഡ് ജോഹാൻ. ഈ സാക്ഷ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഉടമ്പടി എന്നുള്ളത് ഒരു തിരഞ്ഞെടുപ്പും നിയോഗവുമാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു മകളുടെ സാക്ഷ്യമാണ്. ഈശോ പറയുന്നത് വളരെ ചുരുങ്ങിയ വാക്കുകളുള്ള സാക്ഷ്യമാണ്, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അതായത് ഈശോയുടെ സ്റ്റോറി എന്ന് പറയുന്നത് 2025 ജൂലൈ 21 ഞാൻ എൻ്റെ ആദ്യ ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി ചർച്ചിൽ ഈ ആലയത്തിൽ വന്ന് എടുക്കുന്നത്. കുവൈറ്റില് സ്ഥിരതാമസമാക്കിയ ഒരു കുടുംബമാണ്. അപ്പൊ അവര് തീർച്ചയായിട്ടും ജോബ് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ കുടുംബവും ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചു. പക്ഷെ 2-3 ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തെങ്കിലും ഈ മകള് ഫെയിൽ ആവുകയാണ്. പക്ഷെ കൃപാസനത്തിൽ വന്ന് വലിയ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ സമയ ചുരുക്കത്തിലാണ് ഈ മകൾക്ക് ഓസ്ട്രേലിയയിലേക്കുള്ള ഇന്റർവ്യൂ പാസ്സാവുകയും സാധിക്കുകയും ഒപ്പം തന്നെ ഈ മകൾക്ക് കുടുംബമായിട്ട് വിസ ലഭിക്കുകയൊക്കെ ചെയ്തു. പിന്നെയുള്ള കടമ്പ എന്നുള്ളത് കുവൈറ്റിലെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് പോരുക എന്നുള്ളതാണ്. അപ്പോൾ വിസ ക്യാൻസലേഷന് വേണ്ടിയിട്ട് ഈ മകള് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഓക്കെ ആകുന്നു. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ കുവൈറ്റിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വാറിന്റെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ആ സമയത്ത് ഈ മകൾക്ക് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ ഈ മകള് കടന്നു പോകുന്നു. അതായത് വിസ ക്യാൻസലേഷൻ ചെയ്തതിന് ശേഷം സൗദിയിലോട്ട് ട്രാൻസിറ്റ് വിസ വഴി ഇങ്ങോട്ട് പോരാനുള്ള വലിയൊരു തടസ്സം ഈ മകള് നേരിടുന്നുണ്ട്. കാരണം നിയമപരമായിട്ടൊരു തടസ്സമാണ്. കാരണം അവിടെ ഒരു 5 months റെസിഡൻസി എങ്കിലും ഇല്ലാത്തവരെ അവരങ്ങനെ അലവ് ചെയ്തില്ലെന്നാണ് മകള് സാക്ഷ്യത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തില് ഈ മകള് ഉടമ്പടിയിൽ തന്നെ വിശ്വസ്തതാപൂർവ്വം മുന്നേറുമ്പോൾ ഈ എംബസിയിൽ ഇരിക്കുന്ന വ്യക്തി ഒരു പരിചയവുമില്ല ഈ നിഷയുമായിട്ട്. അപ്പോൾ ഇവരുടെ പേര് വായിക്കുമ്പോൾ ഇവരെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി, അതായത് സൗദിയിലോട്ട് ഉള്ള എക്സിറ്റ് വഴി കടന്ന് കൊച്ചിയിലെത്താനുള്ള ആ ഒരു ട്രാൻസിറ്റ് വിസ വഴി പുറത്ത് കടക്കാനുള്ള ആ ഒരു ലിസ്റ്റില് ഇന്ത്യൻ എംബസിയിൽ ഈ നിഷ പറയുന്ന പ്രകാരമാണ് തീച്ചൂളയിൽ 4ാമനായി ഇറങ്ങി വന്ന ആ ദൈവദൂതനെ പോലെ ആ വ്യക്തി എൻ്റെ വിഷയത്തിൽ ഇടപെട്ടു. അത് ഉടമ്പടിയുടെ വലിയൊരു പവറാണ്. തക്ക സമയത്തുള്ള ദൈവിക ഇടപെടൽ. അതുമൂലം ഈ മകൾക്ക് സുരക്ഷിതമായിട്ട് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പറ്റി. കുടുംബമായിട്ട് അപ്പനും അതുപോലെ 2 മക്കളും നിഷയും ആയിട്ടാണ് വന്ന് സാക്ഷ്യം വളരെ സന്തോഷത്തോടു കൂടി പറയുന്നത്. ഇതാണ് സാക്ഷ്യത്തിന്റെ ഒരു ചുരുക്കം എന്നുള്ളത്. ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഒരുപാട് വചനങ്ങൾ ഓർമ്മ വന്നു. നമുക്ക് അറിയാവുന്ന ഇതൊരു 50ാമത്തെ എപ്പിസോഡാണ്. ഒരു 50 തവണ നിങ്ങൾ എന്നെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് അധികമായിട്ട് കുറെ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനുണ്ട്. കാരണം മരിയൻ ഉടമ്പടിയൊക്കെ എടുത്തിട്ട് ഒരുപാട് തവണ പുതുക്കി നിൽക്കുന്ന മക്കൾക്ക് ചില ആത്മീയ ബോധ്യങ്ങൾ ഇല്ലാത്തത് കാരണം അവർ തന്നെ അവരുടെ അനുഗ്രഹങ്ങൾ താമസിപ്പിക്കുന്നുണ്ട്. ഈ നിഷ എന്ന മകളുടെ പ്രത്യേകത എന്താണെന്നുള്ളതാണ് ഞാനിവിടെ വിശകലനം ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്നവര് ചിന്തിക്കേണ്ട ഒരു വിഷയം എന്നുള്ളത് യോഹന്നാൻ 15:16 തിരുവചനമാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളുടെയും മനസ്സിൽ ഈ ഒരു വചനം ആഴത്തിൽ പതിയണം. യോഹന്നാൻ 15:16 നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. എന്തിനു വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുത്തത്? നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കണം, ആ ഫലം നിലനിൽക്കണം. അതായത് ഓരോ മരിയൻ ഉടമ്പടിയും ഒരു അപ്പോസ്തോലനാകാനുള്ള ഒരു വിളിയാണ്. അതായത് ഈശോയുടെ നാമത്തെ പ്രതി
നിങ്ങൾ ഏറ്റെടുക്കേണ്ട വലിയൊരു സുവിശേഷ ദൗത്യമാണ് ഈ മരിയൻ ഉടമ്പടി എന്നുള്ളത്. കാരണം ഉടമ്പടി വഴി നമ്മളെല്ലാവരും സുവിശേഷ വാഹകരായി അയക്കപ്പെട്ടവരാണ്, അപ്പോസ്തലന്മാരാണ്. ആ ഒരു വലിയ ഉൾബോധ്യം ഉണ്ടെങ്കിൽ സമയ ചുരുക്കത്തിൽ നമ്മുടെ വിഷയങ്ങൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ പറ്റും. കാരണം അലയേണ്ട വരത്തില്ല. അത് യോഹന്നാൻ 15:16 തിരുവചനമാണ്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിയോഗിച്ചിരിക്കും. അപ്പൊ ആദ്യമേ തന്നെ മരിയൻ ഉടമ്പടിയിൽ വലിയ കൃപകളൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾക്ക് ഉണ്ടാകേണ്ട ഒരു മാനസിക നടപടി എന്നുള്ളത് ഇതാണ്. അതായത് ഈ ഒരു വലിയ കൃപ, അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വന്തമാക്കി കഴിഞ്ഞാൽ മരണം വരെയും, അതാണ് ഈ വചനത്തിൽ പറയുന്നത്, നിലനിൽക്കുന്ന കൃപ സ്വന്തമാക്കണം. മരണം വരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായി ഞാൻ ജീവിക്കും. അക്രൈസ്തവരായ സഹോദരങ്ങള് ഇവിടെ വന്ന് വലിയ കൃപകളൊക്കെ ലഭിക്കുമ്പോൾ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്താറുണ്ട്. അമ്മയുടെ ദാസിയായിട്ട് മരണം വരെ ഞങ്ങൾ ഈ മണ്ണിൽ വരും എന്ന് അവര് ഒരൊറ്റ വാക്കിൽ അവരുടെ നന്ദി സൂചകമായിട്ട് പറയാറുണ്ട്. ആ ഒരു മനോഭാവം ഉണ്ടാകണം, നമ്മളും ആർജിച്ചെടുക്കണം. അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് ഇല്ലെങ്കിൽ, കാരണം ദൈവം എപ്പോഴും ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമതായിട്ട് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്ന വചനം വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ, നമ്മുടെ ആദ്യത്തെ പാപ്പായുടെ 2 വചനങ്ങളാണ്. അതിൽ ഒന്നാമത്തെ വചനം ഇപ്രകാരമാണ്, 2 പത്രോസ് 1:10. ആകയാൽ സഹോദരങ്ങളെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. 2 പത്രോസ് 1:10 തിരുവചനമാണ്. അപ്പോൾ നമ്മളെ ഉടമ്പടി വഴിയായിട്ട് ദൈവം നമ്മളെ വിളിച്ചു, തിരഞ്ഞെടുത്തു. അപ്പോൾ ഇനി നമുക്കുണ്ടാകേണ്ട നടപടി എന്താണ്? അത് ഉറപ്പിക്കണം. അതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കണം. അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്ക് സമയ ചുരുക്കത്തിൽ ഈ വിഷയങ്ങളൊക്കെ നടന്നു കിട്ടി? അത് ഈ മകളുടെ വാക്കുകളിൽ പറയുന്നുണ്ട്, ബുധൻ ശനിയാഴ്ചയ്ക്ക് ഉപവാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന, മരിയൻ ഉടമ്പടി നിബന്ധന വിശ്വസ്താപൂർവ്വം പാലിച്ചപ്പോഴാണ് എനിക്ക് കിട്ടിയത്. മരിയൻ ഉടമ്പടി എടുത്ത് ഒരു മന്നോഷണ രീതിയിലൊക്കെ ആയിരിക്കുന്ന, അതായത് യാതൊരു തീക്ഷ്ണതയില്ലാതെയൊക്കെ ജീവിക്കുന്ന മക്കളെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിങ്ങളുടെ ആത്മീയ സ്ഥിതി വിലയിരുത്താൻ കൂടിയുള്ള ഒരു സമയമായിട്ട് നിങ്ങൾ എടുക്കണം. അന്ന് അതിതീക്ഷ്ണമായിട്ട് ആദ്യമായിട്ട് കൃപാസനത്തിലോട്ട് കടന്നു വന്ന ഒരു നിമിഷം നിങ്ങൾ ഓർക്കുക. ആ സമയം എന്തുമാത്രം ദൈവസ്നേഹത്തോടു കൂടിയിട്ടാണ് നിങ്ങൾ ഈ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തത്. ആ തീക്ഷ്ണതയിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് ഞാൻ പറയുന്നത്. അതായത് 2 പത്രോസ് 1:10 തിരുവചനം അനുസരിച്ച് ഈ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ നമ്മൾ ഇന്നു മുതൽ കൂടുതൽ ഉത്സാഹമുള്ളവരായി മാറും. എന്നും രാവിലെ 5:30 മണിക്ക് പ്രാർത്ഥന ചൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് മനനം ചെയ്യണം, ഞാൻ 5:30 മണിക്ക് ചൊല്ലുന്നുണ്ടോ അതോ 6 മണിക്കാണോ അത് ചെല്ലുന്നത്? ഇനി ദിവസവും അരമണിക്കൂർ തിരുവചനം വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അരമണിക്കൂർ പേഴ്സണൽ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രാർത്ഥനയുടെ കാര്യം മാത്രമുണ്ടോ ഞാൻ പറയും. ഇനി പ്രവർത്തനങ്ങളല്ലാതെയും ഉണ്ട്. വൈകിട്ട് സായന പ്രാർത്ഥന കൂടാതെ കുടുംബ പ്രാർത്ഥന മസ്റ്റാണ്. പ്രേക്ഷിത കാരുണ്യ പ്രവൃത്തികളല്ലാതെയും ഉണ്ട്. ഇതെല്ലാം ഞാൻ പാലിക്കുന്നതിൽ, ദൈവസ്നേഹത്തോടെ ചെയ്യുന്നതിൽ എനിക്ക് വീഴ്ചകൾ പറ്റിയിട്ടുണ്ടോ? അത് നമ്മളൊന്ന് മനനം ചെയ്യേണ്ടതാണ്. വിശുദ്ധ പത്രോസ് ശ്ലീഹ പറയുന്നത് ഇപ്രകാരമാണ്, വൺസ് ഒരാളെ ദൈവം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾക്കുണ്ടായിരിക്കേണ്ട നടപടി ആ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വീണുപോവുകയില്ല. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്നവരാകണം. രണ്ടാമത് പറഞ്ഞത് വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കണം. മൂന്നാമതായിട്ട് ഇങ്ങനെ നമ്മൾ കുറെയൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ ഒരു വേഗത കുറവൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ വിശുദ്ധ പത്രോസ് ശ്ലീഹ തൻ്റെ വചനത്തിലൂടെ നമ്മളെ ദൈവജനത്തെ ഉദ്ബോധിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. നിങ്ങളുടെ ഒരു വില നിങ്ങൾ മനസ്സിലാക്കണം. 1 പത്രോസ് 2:9 തിരുവചനം. നമ്മൾ ആരാണ് എന്നുള്ളതിൻ്റെ വലിയൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ആരാണെന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും അതനുസരിച്ച് നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റും. വചനം ഇപ്രകാരമാണ്, എന്നാൽ
നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകൾ പ്രകീർത്തിക്കണം. അപ്പോ പത്രോസ്ലീഹ 4 കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ. ഒന്നാമതായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാണ്. പിന്നെ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. നാലാമതായിട്ട് പറയുന്നത് വിശുദ്ധ ജനതയാണ്. ഇത്രയും ക്വാളിറ്റീസ് ഉള്ളവരാണ് നമ്മൾ. ദൈവം ഒരു വ്യക്തിയുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളാണ് ഇതെല്ലാം. തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, രാജകീയ പുരോഹിത ഗണമാണ്, വിശുദ്ധ ജനതയാണ്, ദൈവത്തിന്റെ സ്വന്തമാണ്. ഇതിൽ പരം സൗഭാഗ്യം ഒരു ദൈവ പൈതലിന് ഇനി ലഭിക്കാനില്ല. ഈ 1 പത്രോസ് 2:9 തിരുവചനം അനുസരിച്ച് ജ്ഞാനസ്നാനമൊക്കെ സ്വീകരിച്ച മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടമ കൂടിയിട്ടാണ് ഈ ഒരു ദൗത്യം വരുന്നത്, സുവിശേഷ ദൗത്യം. സഭ സ്വഭാവത്തിൽ തന്നെ മിഷണറിയാണ്. ഈ മാമോദീസ ജലം നമ്മുടെ നെറ്റിയില് തലയിൽ വീഴുമ്പോൾ തന്നെ, ശിരസില് വൈദികൻ ഒഴിക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം സ്വീകരിച്ച സഹോദരങ്ങളെല്ലാം നെഞ്ചിലും നെറ്റിയിലും ഒക്കെ ഈശോയുടെ മുദ്ര ഏറ്റുവാങ്ങിയ ജനം സുവിശേഷവാഹകരാകാൻ വിളിക്കപ്പെട്ടവരാണ്. വീണ്ടും സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയും ദാനങ്ങളും, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും എല്ലാം കൊണ്ട് സഭ നമ്മളെ ശക്തിപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും ധൈര്യത്തോടെ മറ്റുള്ളവരിലേക്ക് സുവിശേഷ സന്ദേശം കൈമാറുവാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. ഇനി മരിയൻ ഉടമ്പടി വഴിയാകുമ്പോൾ ക്രൈസ്തവ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിലും ഈ ഒരു ദൗത്യം നിക്ഷിപ്തമായിട്ടുണ്ട്. അതായത് സുവിശേഷമാകാനും സുവിശേഷമേകാനുമുള്ള ഒരു വലിയ ദൗത്യം. ഇപ്പോ സ്വഭാവത്താൽ തന്നെ പ്രേക്ഷിതയായ ഈ തിരുസഭയുടെ ചൈതന്യം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ ഉള്ള അക്രൈസ്തവരായ സഹോദരങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിജാതീയരായ മക്കളുടെ വിശ്വാസം നേടിയെടുക്കുന്നതിന് ഉടമ്പടി അപ്പോസ്തലനായ ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനെ ദൈവം ഇക്കാലഘട്ടത്തിൽ തിരഞ്ഞെടുത്ത് നിയോഗിച്ചിരിക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വിളിയും തിരഞ്ഞെടുപ്പും ഒക്കെ ഉറപ്പിക്കുവാൻ അനുദിനം നമ്മൾ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കണം. ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ സമയത്ത് എനിക്ക് വലിയൊരു ദൈവിക സന്ദേശം ലഭിക്കുകയുണ്ടായി. അത് വേറൊന്നുമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈശോ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയം ഇതാണ്. ആത്മാവിനുള്ള വീണ്ടും ജനനത്തെ പറ്റിയാണ് ഈശോ സംസാരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നിക്കോദെമോസുമായിട്ടുള്ള ഈശോയുടെ സംഭാഷണം. നമുക്ക് എല്ലാവർക്കും ക്രൈസ്തവരായിട്ടുള്ള സഹോദരങ്ങൾക്ക് പരിചിതമാണ്. അതായത് വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അത് ആത്മാവിലുള്ള ജനനത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിൽ വലിയ സ്നാനം ഏൽക്കാനുള്ള വലിയൊരു സാധ്യത ഈ ഒരു മരിയൻ ഉടമ്പടിക്കുണ്ട്. അതായത് മരിയൻ ഉടമ്പടിയിൽ അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ എന്ന തിരുവചന വാക്യം ഉൾക്കൊണ്ടുകൊണ്ട് പഴയ നിയമ ജനത ഞങ്ങൾ നീ കൽപ്പിക്കുന്നതെല്ലാം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ അതേ ഉടമ്പടി ജനതയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ മരിയൻ ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തിയും മെനോറ എന്ന വിളക്കിൽ തിരി തെളിയിച്ചുകൊണ്ട് തന്റെ ഉടമ്പടി പ്രഖ്യാപനം നടത്തും. ഇങ്ങനെ ആ പ്രഖ്യാപനം നടത്തുമ്പോൾ വലിയ പരിശുദ്ധാത്മ ചൈതന്യമാണ് ഓരോ മക്കളിലേക്കും ഈ മരിയൻ ഉടമ്പടി പ്രത്യക്ഷീകരണത്തിന്റെ ഈ മരിയൻ കൃപാസനത്തിൽ നടന്ന മരിയൻ പ്രത്യക്ഷീകരണത്തിന്റെ യോഗ്യതയാൽ ലഭിക്കുന്നു. അത് നമ്മുടെ ആരുടെയും മെറിറ്റൊന്നുമല്ല. കൃപാസനത്തിന് ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ഉടമ്പടി എവിടെയെങ്കിലും ഒന്ന് ഉഴപ്പിപ്പോയാൽ പോലും നിങ്ങളത് തിരിച്ചു വന്നാൽ മതി. കാരണം കോടിക്കണക്കിന് ജപമാലകളുടെ പ്രേക്ഷിത ശുശ്രൂഷകളുടെ ഈ ഒരു മിഷനുമായിട്ട് മുമ്പോട്ട് പോയപ്പോൾ ഏറ്റ രക്തസാക്ഷിത്വത്തിന്റെ രക്തം പൊടിഞ്ഞില്ലെങ്കിൽ പോലും അത്രയും ആസ്തി ഈ കൃപാസനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ
മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇഴുകിച്ചേർന്നാൽ മതി ഈ ഒരു സംവിധാനത്തോട്, 6 നിബന്ധനകളോട്, ദൈവസ്നേഹത്തോടെ ഒട്ടിച്ചേരേണ്ട ഒരു ബാധ്യത മാത്രമേ ഉള്ളൂ ദൈവജനത്തിന്. ബാക്കിയെല്ലാം ചേർത്ത് നൽകപ്പെടുന്നതാണ്. മത്തായി 6:33-20. ഞാൻ പറഞ്ഞു വന്ന ഇപ്രകാരമാണ്, ഈ ആത്മാവിലുള്ള സ്നാനമേക്കാനുള്ള ഒരു വലിയ സാധ്യത ഈ മരിയൻ ഉടമ്പടിക്കുണ്ട്. അതുകൊണ്ട് അക്രൈസ്തവരായ സഹോദരങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു ജ്ഞാനസ്നാനം ഏറ്റില്ലെങ്കിൽ പോലും. ഇനി ജ്ഞാനസ്നാനപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഈ ആത്മാവിനുള്ള ജനത്തെ പറ്റി ഈ ദിവസങ്ങളെല്ലാം ഈശോ സംസാരിച്ചിട്ട് ഇന്ന് രാവിലെ പറഞ്ഞ ഒരു വിഷയം, അതായത് ഇത് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്ന ദിവസം, അതായത് ശനിയാഴ്ചയാണ്, നിങ്ങൾ നാളെയാണ് ഇത് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞതാണ് റാക്ടിഫിക്കേഷൻ. അത് കൂദാശകളിലൂടെ ഈ കവനന്റിന്റെ റാക്ടിഫിക്കേഷൻ, സ്ഥിരീകരണം, ഉറപ്പിക്കൽ നടക്കുന്നുണ്ടെന്നാണ്. അപ്പോ ഇത് കേട്ടപ്പോ എന്റെ മനസ്സിലോട്ട് വന്ന വചനങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അതായത് വിശുദ്ധ പത്രോസിലേ പറയുന്നതാണ്, ഉറപ്പിക്കണം നമ്മൾ. ഇന്നലെ ജീവിച്ച ഒരു ഉടമ്പടി ചൈതന്യത്തിലല്ല നിങ്ങൾ നാളെ ജീവിക്കേണ്ടത്. ഈശോയോട് കൂടുതൽ സ്നേഹിച്ച് ഈശോയുടെ മനസ്സ് വെളിപ്പെടുത്തി കിട്ടിയാണ് നിങ്ങൾ വളരേണ്ടത്. അല്ലാതെ ആത്മീയ വിഷയങ്ങളും നിങ്ങളുടെ ഭൗതിക വിഷയങ്ങളും എല്ലാം ഉടമ്പടിയിൽ നിങ്ങൾ വെക്കുന്നുണ്ട്. ആ ഭൗതിക വിഷയങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ അൾത്താരയിൽ അത് വളരെ സന്തോഷത്തോടെ സാക്ഷ്യം പറയുന്നുണ്ട്. അത് മാത്രമല്ല മരിയൻ ഉടമ്പടിയിൽ, ഈ ഉടമ്പടി നിങ്ങൾ അനുദിനം ഈ 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഒരു ഉടമ്പടി ഘട്ടം പൂർത്തിയാകുമ്പോൾ അനുദിനം നിങ്ങളുടെ ഉടമ്പടി ഉറപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ വൻ രഹസ്യങ്ങൾ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് അപ്പോൾ വെളിപ്പെടുത്തി കിട്ടും. ആ എഴുതിയിടുന്ന ഒരു ആത്മീയ നിയോഗങ്ങൾക്കപ്പുറത്ത് ഈശോയുമായിട്ടൊരു സ്നേഹ സംഭാഷണത്തിൽ നിങ്ങൾ ആത്മാവിൽ ഐക്യപ്പെട്ടുകൊണ്ട് ഈശോയുടെ മനസ്സ് ചോദിച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ത്യാഗത്തിൽ അനുഷ്ഠിക്കുന്നവ, നിങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെയൊക്കെ യോഗ്യതയാൽ നിങ്ങളത് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവപിതാവുമായിട്ട് ഐക്യത്തിലാവുമ്പോൾ തീർച്ചയായിട്ടും സ്വർഗത്തിന്റെ വലിയ രഹസ്യങ്ങൾ നിങ്ങൾക്കും വെളിപ്പെടുത്തി കിട്ടും. അതിനെയാണ് ഉടമ്പടി ഉറപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ക്രൈസ്തവരായ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വലിയ വിളിയാണ് ലഭിച്ചിരിക്കുന്നത്. കാരണം അപ്പോസ്തലരാകാനുള്ള ഒരു സുവിശേഷത്തിന്റെ ദൗത്യവാഹകരാനുള്ള വലിയൊരു വിളിയാണ് നിങ്ങൾ ഈ കുദാശകളിലൂടെ സ്വീകരിച്ചിരിക്കുന്നത്. മാമോദീസ, സൈരിലേപന കുദാശകളിലൂടെ ഞാനും നിങ്ങളും ഒക്കെ. ഈ അക്രൈസ്തവരായ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മരിയൻ ഉടമ്പടി വഴി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങളും ഈ ഒരു വലിയ വേലയില് പങ്കാളികളാകുകയാണ്. ആ ഒരു വലിയ ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അവസാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വചനം വിശുദ്ധ മർക്കോസ് സുവിശേഷകന്റെ തിരുവചനമാണ്. സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, എന്തിനാണ് ഒരു വ്യക്തിയെ നിങ്ങളുടെ ചില ജീവിതത്തിലെ വിഷമസന്ധി ഘട്ടങ്ങളിലാണ്, ഇപ്പൊ എന്നെയും കൃപാസനത്തില്, എൻ്റെ ഒരു ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിലാണ് കൃപാസനത്തില് ദൈവപിതാവ് കൊണ്ടുവന്നത്. പക്ഷേ എന്തിനാണ് കൊണ്ടുവരുന്നത്? ഇങ്ങനെ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഈ ഒരു ആലയത്തിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്? അതിന്റെ ഉത്തരം മർക്കോസ് സുവിശേഷകൻ പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്. മർക്കോസ് 3-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു. തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. ഇപ്പോൾ 3 കാര്യങ്ങൾ ഇവിടെ സുവിശേഷകൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തൊക്കെയാണത്? തന്നോട് കൂടെ ആയിരിക്കുക, പ്രസംഗിക്കാൻ അയക്കുന്നത്, പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നു. ഒരിക്കലും ഈശോ തൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നത് വെറുതെ പ്രാർത്ഥനയിൽ മാത്രം ചെലവിട്ടുകൊണ്ട് അവനോട് കൂടെ ആയിരിക്കാൻ മാത്രമല്ല. തന്നോട് കൂടെ ആയിരിക്കുക എന്നുള്ളത് 1ാമത്തെ സ്റ്റെപ്പാണെന്നുണ്ടെങ്കിൽ 2ഉം 3ഉം നിങ്ങളൊന്ന് അടിവരയിടണം. പ്രസംഗിക്കാൻ അയക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് കൃപാസനം പത്രം നിങ്ങളുടെ കയ്യിൽ തന്നുകൊടുക്കും. പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടി. അതെ, മരിയൻ ഉടമ്പടി എടുത്ത ഒരു വ്യക്തി നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ എല്ലാ മേഖലകളെയും നിങ്ങൾക്ക് ഈശോയുടെ കാൽ കീഴിലാക്കാൻ പറ്റും. അതായത് പിശാചിനെ ചവിട്ടി മെതിച്ചുകൊണ്ട് യേശുവാകുന്ന, ക്രിസ്തുവാകുന്ന
രക്ഷ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തില് ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ വഴി സംജാതമാക്കാൻ സാധിക്കും. റോമാ 10:9 വിശ്വാസത്തോടെ ഇത് പ്രയോഗിക്കുമ്പോൾ ഈ മകള് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, നിഷ. അതായത് ഞങ്ങൾ 27/3/2026 കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. ഒരു ഹെക്റ്റിക് ജേർണി ആയിരുന്നു. പക്ഷേ ആ സമയങ്ങളിലൊക്കെ ആ വിശ്വാസ പ്രമാണം പ്രൊക്ലെയിം ചെയ്ത്, അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് നോട്ട് എ പ്രയർ, ഇറ്റ്സ് എ പ്രൊക്ലമേഷൻ. അത് പ്രാർത്ഥിച്ച് സ്വർഗസ്ഥനായ പിതാവേയും ചൊല്ലി ഞാനും എൻ്റെ കുടുംബവും ഇന്ന് സേഫായിട്ട് ഈ സ്ഥാനത്ത് വന്ന് സാക്ഷ്യം പറയുവാൻ അമ്മ മാതാവ് സാഹചര്യം ഒരുക്കി. അതിനായിട്ട് നന്ദി പറയുന്നു. അതെ, ഇങ്ങനെ റോമാ 10:9 തിരുവചനമാണ് അവിടെ നടക്കുന്നത്. അതായത് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവനെ മരിച്ചു ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ രക്ഷ പ്രാപിക്കും. പൈശാചിക ബന്ധനങ്ങളില് അകപ്പെട്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങള് ഒക്കെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഈ മരിയൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ പ്രയോഗിച്ചുകൊണ്ട് തന്നെ ക്രിസ്തുവാകുന്ന രക്ഷ ആ വീട്ടിൽ അനുഭവവേദ്യമാകുവാൻ നിങ്ങൾ തന്നെ മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് തന്നെ മുൻകൈ എടുത്തിറങ്ങണം. അതാണ് മർക്കോസ് ശ്ലീഹ പറഞ്ഞു വെക്കുന്നത്. അതായത് എന്തിനാണ് നിങ്ങളെ ഉടമ്പടിയിലേക്ക് വിളിച്ചത്? തന്നോട് കൂടെ ആയിരിക്കാൻ, അതുപോലെ തന്നെ പ്രസംഗിക്കാൻ അയക്കാൻ, പിശാചുകളെ ബഹിഷ്കരിക്കാൻ. അപ്പോൾ നമുക്ക് മാത്രം അനുഗ്രഹം നേടിയെടുക്കാനുള്ള ഒരു പദ്ധതിയല്ല മരിയൻ ഉടമ്പടി എന്നുള്ളത്. മരിയൻ ഉടമ്പടി ഉടനടി അനുഭവം എന്ന് പറയുമ്പോൾ എൻ്റെ ഭൗതിക ആവശ്യങ്ങൾ മുഴുവനും എഴുതി വെച്ച് അതെല്ലാം നിവർത്തീകരിച്ച് സ്വന്തമായി ആസ്വദിക്കാനുള്ളതല്ല മരിയൻ ഉടമ്പടി. അതിന് ഇത് ഇങ്ങനെ ഒരു തലം കൂടിയുണ്ട്. ഈശോയുടെ കൂടെ ആയിരുന്നുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്താൽ അഹയ്ക്കപ്പെട്ടവരായി നീ ലോകത്തിലേക്ക് ഇറങ്ങണം. പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ എല്ലാ ആയുധങ്ങളും എടുത്തുകൊണ്ട് നീ ഇറങ്ങണം. കൃപാസനം വലിയൊരു രാജകീയ പുരോഹിത ഗണമാക്കി നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് നേർച്ച വസ്തുക്കൾ നിങ്ങൾക്ക് തന്നുവിട്ടിട്ടുണ്ട്. അത് അഭിഷേക വിധി പ്രകാരം ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ച് ആശീർവദിച്ചാണ് എനിക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ഒറ്റ ദൗത്യമേ ഉള്ളൂ, വേദനിക്കുന്ന കുടുംബങ്ങളിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈശാചിക പീഡകൾ കഴിയുന്ന ഭവനങ്ങളിലേക്ക് നിങ്ങൾ ഈ നേർച്ച വസ്തുക്കളുമായിട്ട് നിങ്ങൾ തന്നെ കടന്നു ചെല്ലണം. എന്നിട്ട് ക്രിസ്തുവാകുന്ന രക്ഷയെ അവർക്ക് കൈമാറണം. അതാണ് മരിയൻ ഉടമ്പടി വഴി പരിശുദ്ധം ആഗ്രഹിക്കുന്നത്. ഉടമ്പടി കൃപാസനത്തിന് തന്നതും അതിനു വേണ്ടി തന്നെയാണ്. ഈശോയെ അറിയാത്തവരെ അറിയിക്കുവാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാൻ ഉള്ള വലിയൊരു വിളിയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. പരിശുദ്ധമായ ദൈവമാതാവേ, മരിയൻ ഉടമ്പടിയിലേക്ക് നീ ഞങ്ങളെ വിളിച്ചു ചേർത്തതിന് നന്ദി പറയുന്നു. അതൊരു ദൈവ വിളിയാണ്, തെരഞ്ഞെടുപ്പാണ് എന്ന് ഞങ്ങള് ഈ എപ്പിസോഡിലൂടെ മനസ്സിലാക്കുകയായിരുന്നു. ഈശോയെ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ വിളി കൂടുതൽ ഉറപ്പിക്കുവാൻ, ആ തിരഞ്ഞെടുപ്പില് നിലനിൽക്കുവാൻ, ഈശോയെ നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ പരിശുദ്ധമായ ദൈവമാതാവേ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി നിബന്ധനകള് പാലിക്കുവാൻ അധിക അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുവഴി ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ ലോകത്തിന് കൈമാറുവാൻ ഉടമ്പടിയാൽ അഭിഷിക്തരായ ഞങ്ങളെ ഓരോരുത്തരെയും ഈശോയെ വീണ്ടും വീണ്ടും നീ സ്നാനത്താൽ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകണമേ. ആവേ മരിയ. കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.